ടെസ്റ്റ് ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ കളിക്കും എന്നുള്ള ഏകദേശ സൂചനകൾ പുറത്തു വരുന്നു. അതായത് ഋഷഭ് പന്ത് ചില പിന്നെ ഇത് പരിക്കേറ്റത് കാരണം പുറത്തായി. അപ്പോൾ അതിന് പകരം സഞ്ജു സാംസണോ ഇഷാൻ കിഷനെയോ പരിഗണിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. ഇതിൽ സഞ്ജുവിന് കുറച്ചുകൂടെ സാധ്യത കൂടുതലുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ വരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ ഇറങ്ങുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം സഞ്ജു ഇതുവരെ ടെസ്റ്റ് കളിച്ചിട്ടില്ല. ഇഷാൻ കിഷൻ ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സെലക്ടർമാരുടെ കയ്യിലാണ് അവസാന, അതായത് കളിച്ച പരിചയം വെച്ച് മത്സര പരിചയം വെച്ച് ഇഷാൻ കിഷനാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത്. ഇപ്പോൾ ഇഷാൻ കിഷൻ അവിടെ ഇംഗ്ലണ്ടിൽ നിലവിൽ കളിക്കുന്നു. നോർത്താംപ്ടൺ ഷെയർ എന്ന കൗണ്ടി ടീമിന് വേണ്ടിയിട്ടാണ് ഇഷാൻ കിഷൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2 അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുമുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്റ്സ്മാനാണ്. പക്ഷേ അർഹത ഇതൊക്കെ ഉണ്ടെങ്കിലും അർഹത സഞ്ജു സാംസൺ ആണ്. കാരണം ഇഷാൻ കിഷൻ BCCIക്ക് ഒരു പ്രിയപ്പെട്ട കളിക്കാരനല്ല നിലവിൽ. കഴിഞ്ഞ വർഷം 2024 ഇഷാൻ കിഷൻ BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തായ ഒരു കളിക്കാരനാണ്. അതായത് BCCI അവരുടെ പാനലിൽ ഒരു കളിക്കാരെ ഉൾപ്പെടുത്തുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ വെക്കും. അതായത് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ഒരു ടൂർണമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് പരമാവധി 15 പേരെയാണെങ്കിൽ ആ പാനലിൽ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ അവശേഷിക്കുന്ന കളിക്കാർ അപ്പോഴും മത്സര സജ്ജമായിരിക്കണം എന്നുള്ളതാണ് BCCIയുടെ റൂള്. അപ്പോൾ മത്സര സജ്ജമായിരിക്കാൻ ഇവരെന്ത് ചെയ്യണം? ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കണം, ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ പങ്കെടുക്കണം. പക്ഷേ ഇഷാൻ കിഷൻ അതിന് തയ്യാറായില്ല. അതായത് രഞ്ജി ട്രോഫി അതേപോലെയുള്ള മത്സരങ്ങളിൽ കളിക്കാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം IPLന്റെ സമയത്ത് ഉഷാറായി വരികയും ചെയ്തു. IPL കുറച്ച് കൂടി പണം കിട്ടുന്നതാണ്, അപ്പോൾ ശ്രദ്ധിക്കുന്നതാണ്. ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അതായത് രഞ്ജി ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ശാരീരിക അധ്വാനം വേണ്ട കാര്യം. ചത്ത പിച്ചിൽ, വരണ്ട പിച്ചിൽ കിടന്ന് ഉഴുതുമറിച്ചിട്ട് വേണം ഓരോ രഞ്ജി താരവും അവർ മോൾഡ് ചെയ്ത് വരാൻ. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി പ്രൂവ് ചെയ്ത വലിയൊരു കളിക്കാരനാണെന്ന് പ്രഖ്യാപിച്ച ഇനിയൊക്കെ എന്ത് ഒരു മൈൻഡിലായിരിക്കും ഈ രഞ്ജി ക്രിക്കറ്റൊക്കെ ഉപേക്ഷിക്കുന്നത്. അത് നിസ്സാരവൽക്കരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതൊരു തലക്കനം എന്നൊക്കെ പറയാം. ഒരു തലക്കനം ഉള്ളതുകൊണ്ട് നിസ്സാരവൽക്കരിക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഇഷാൻ കിഷൻ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തായി. ഇഷാൻ കിഷന് കൂട്ടായിട്ട് നമ്മുടെ ശ്രേയസ് അയ്യരും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് രണ്ടുപേരും BCCIയുടെ കോൺട്രാക്റ്റിലേക്ക് വന്നു. കാര്യം ഇഷാൻ കിഷൻ പിന്നെ ജാർഖണ്ഡിന് വേണ്ടിയിട്ടൊക്കെ കളിക്കാനൊക്കെ പോയി. അതിനുശേഷം അദ്ദേഹം 2024 ഇപ്പം നിലവിൽ കോൺട്രാക്റ്റിലുള്ള കളിക്കാരൻ തന്നെയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ IPL സീസണിൽ അദ്ദേഹം മുംബൈയുടെ കളിക്കാരനായിരുന്നു, മുംബൈ ഇന്ത്യൻസിൻ്റെ കളിക്കാരനായിരുന്നു. അതിന് പകരം കഴിഞ്ഞ IPL സീസണിൽ അദ്ദേഹം ഹൈദരാബാദിൻ്റെ ടീമിൽ വന്നു. തരക്കേടില്ലാത്ത പ്രകടനം, ആദ്യ മത്സരത്തിൽ തന്നെ ഒരു സെഞ്ചുറി നേടുകയും തരക്കേടില്ലാത്ത പ്രകടനം. പിന്നീട് നിറം മങ്ങിപ്പോയി. ഒരു 6-7 കളികളിൽ തുടർച്ചയായി ചെറിയ സ്കോറിൽ പുറത്തായതിനു ശേഷമാണ് പിന്നീട് 1-2 നല്ല ഇന്നിങ്സുകൾ കളിച്ചത്. അങ്ങനെ തരക്കേടില്ലാത്തൊരു അതായത് ഒരു 300+ റണ്ണ് കഴിഞ്ഞ സീസണിൽ കിട്ടി. അപ്പോൾ വേണമെങ്കിൽ അത്യാവശ്യം ഫോമിലുണ്ട് ഇഷാൻ കിഷൻ. അപ്പോൾ അത് പരിഗണിച്ച് വേണമെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇംഗ്ലണ്ടിലുള്ളത് കൊണ്ട് മാത്രം വേണമെങ്കിൽ അടുത്ത ടെസ്റ്റ് ഓവലിലാണ് നടക്കുന്നത്, 31 മുതൽ 4 വരെ. ആ ടെസ്റ്റിൽ ഇഷാൻ കിഷനെ പരിഗണിക്കാം. പക്ഷേ എന്നിരുന്നാലും കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഋഷഭ് പന്താണ് 1ാം വിക്കറ്റ് കീപ്പർ. അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തായി. പകരം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ടീമിൽ ജുറേലുണ്ട്. ജുറേൽ എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ നടക്കുന്ന പിന്നെ മാഞ്ചസ്റ്റർ ടെസ്റ്റിലും ഋഷഭ് പന്തിന് പകരം വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത് ജുറലാണ്. അപ്പോൾ അടുത്ത ടെസ്റ്റിലും കാര്യം ജുറേൽ കുറച്ചുകൂടി ടെസ്റ്റിന് വേണ്ടി പാകപ്പെടുത്തിയെടുത്ത ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ അടുത്ത ടെസ്റ്റ് മത്സരത്തിലും ജുറേലായിരിക്കും ടീമിലുണ്ടാകുക എന്നുള്ളത് ഏതാണ്ടൊക്കെ ഉറപ്പാണ്. അപ്പോൾ ഈ ഇഷാൻ കിഷനെയോ അല്ലെങ്കിൽ സഞ്ജു സാംസണെയോ ടീമിലെടുത്താൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടാണ് പരിഗണിക്കപ്പെടുക. ഒരു വിക്കറ്റ് കീപ്പറിന് പരിക്കേറ്റാൽ പകരം കളിപ്പിക്കുന്ന. അല്ലെങ്കിൽ ഇന്ത്യ 3ാം നമ്പറിൽ വീണ്ടും പരീക്ഷണത്തിന് തയ്യാറാകണം. അതായത് നിലവിൽ 3ാം നമ്പർ ബാറ്ററായിട്ട് ഉണ്ടായിരുന്ന ആദ്യം കരുൺ നായർ ആയിരുന്നു, പരാജയപ്പെട്ടു. ഇല്ലെങ്കിൽ ഇന്ത്യ 3ാം നമ്പർ ബാറ്റിംഗ് പൊസിഷനിൽ പരീക്ഷണം നടത്തേണ്ടി വരും. നിലവിൽ ആദ്യം കരുൺ നായരെയാണ് ഇന്ത്യ പരീക്ഷിച്ചത്. കരുൺ നായർ ഒരു മലയാളിയാണ്. ഒരു ആദ്യത്തെ ഒരു മത്സരങ്ങളിൽ ഒരു ട്രിപ്പിൾ സെഞ്ചുറിയൊക്കെ നേടിയതിൻ്റെ ബലത്തിലാണ് അദ്ദേഹം കളിച്ചത്. പിന്നെ ഫോം ഔട്ട് ആയതിൻ്റെ പേരിൽ ടീമിൽ നിന്ന് പുറത്തായി. പിന്നീട് കഴിഞ്ഞ രഞ്ജി സീസണിൽ വലിയ മികച്ച ഫോമിലായിരുന്നു. IPLലും തരക്കേടില്ലാത്ത പ്രകടനം നടത്തി. അപ്പോൾ രഞ്ജി ട്രോഫിയിൽ അത് ടെസ്റ്റിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണല്ലോ.
ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ ഫൈനലിലടക്കം കേരളത്തെ തോൽപ്പിച്ച ഫൈനലിലടക്കം സെഞ്ചുറി നേടിയ കളിക്കാരനാണ്. അപ്പോൾ ആ പരിഗണന വെച്ചിട്ടാണ് വീണ്ടും ടെസ്റ്റിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് അവസരം കൊടുത്തത്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ക്രിക്കറ്റ് എനിക്ക് വീണ്ടും ഒരു അവസരം തരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ടീമിൽ വന്നത്, പക്ഷേ പരാജയപ്പെട്ടു. അപ്പോൾ കരുൺ നായരെ നമ്മൾ ഒഴിവാക്കി. സായി സുദർശൻ ആദ്യ കളിയിലുണ്ടായിരുന്നു, വീണ്ടും ഒഴിവായി. ഇപ്പോൾ സായി സുദർശനാണ് വീണ്ടും കളിക്കുന്നത്. ഇപ്പം നടക്കുന്ന ടെസ്റ്റിൽ ഒരു 50 നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സായി സുദർശന് പകരം 3-ാം നമ്പറിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറാകുകയാണെങ്കിൽ ഒരു പക്ഷേ അടുത്ത ടെസ്റ്റിൽ സഞ്ജുവോ ഇഷാൻ കിഷനോ ടീമിൽ വന്നാൽ അവർക്ക് ആർക്കെങ്കിലും ഒരു പരിഗണന കിട്ടും. സാധ്യത കുറവാണ്. ഇനി എന്തുകൊണ്ട് സഞ്ജുവിനെ പരിഗണിക്കുന്നു എന്നുള്ളത് നോക്കണം. അതായത് ഇഷാൻ കിഷനെ അപേക്ഷിച്ച് സാങ്കേതിക തികവുള്ള ഒരു പ്രോപ്പർ ബാറ്റർ സഞ്ജു സാംസൺ തന്നെയാണ്. ഇഷാൻ കിഷൻ്റെ ശൈലി ഏറ്റവും അനുയോജ്യമാകുന്നത് 2020-ലോ ഏകദിനത്തിലോ ആണ്. പക്ഷേ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി ഏറ്റവും അനുയോജ്യമാകുന്നത് ഏകദിനത്തിലും ടെസ്റ്റിലുമാണ്. 2020-ൽ പോലും അല്ല. സഞ്ജു ഇപ്പോൾ കളിക്കുന്നത് 2020 ക്രിക്കറ്റിലാണ് കൂടുതലെങ്കിലും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി ഏറ്റവും അനുയോജ്യമാകുന്നത് ഏകദിനത്തിലും ടെസ്റ്റിലുമാണ്. കാരണം അദ്ദേഹം ഈ ക്ലാസ് കളിക്കാരനെന്ന് പറയും. ക്ലാസും മാസും ഉണ്ട് ക്രിക്കറ്റ്. ഇഷാൻ കിഷൻ ഒരു മാസ് ഹിറ്ററാണ്, ഒരു ഹാർഡ് ഹിറ്ററാണ്. പക്ഷെ സഞ്ജു സാംസൺ ഒരു ക്ലാസ്, അതായത് രാഹുൽ ദ്രാവിഡിൻ്റെയൊക്കെ ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന, എന്നാൽ ആവശ്യ സമയത്ത് ഗിയർ മാറ്റി ഏത് മോഡിലും കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് സഞ്ജു സാംസൺ. പിന്നെ അവരുടെ രണ്ടുപേരുടെയും ഡൊമസ്റ്റിക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത പ്രകടനമാണ് രണ്ടുപേരും കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് സഞ്ജു സാംസൺ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ശരാശരിയിൽ 39 ശരാശരി, ഇഷാൻ കിഷൻ്റെ ശരാശരി 38. പിന്നെ താരതമ്യേന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സഞ്ജു സാംസന് സെഞ്ചുറികൾ കൂടുതലുണ്ട്, 11 സെഞ്ചുറി ഉണ്ട് എന്നുള്ളതാണ്. ഇഷാൻ കിഷന് ആ സമയത്ത് 3 സെഞ്ചുറി ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ചില താരതമ്യം നടത്തിയാലും രണ്ടുപേരും തുല്യ ശക്തികൾ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നു, മലയാളി ആയതുകൊണ്ട് അങ്ങനെ കൂടി പറയണമല്ലോ, സഞ്ജു സാംസനെ പരിഗണിക്കപ്പെടണം, അർഹതയുണ്ട്. കാരണം അദ്ദേഹം 10 വർഷമായി ഈ ഇന്ത്യക്ക് വേണ്ടി കളി തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, രാജസ്ഥാൻ റോയൽസിനെ വിജയകരമായി നയിക്കുന്ന ഒരു ക്യാപ്റ്റൻ, അപ്പോൾ അനുഭവ സമ്പത്ത്, 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനം, അതിനൊക്കെ വില കൽപ്പിക്കപ്പെടണം. എന്തുകൊണ്ടും സഞ്ജു സാംസൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറണം. കാരണം രോഹിത് ശർമ്മ വിരമിക്കുന്നു. രോഹിത് ശർമ്മയുടെ അതേ ബാറ്റിംഗ് ശൈലി തന്നെ പിന്തുടരുന്ന ഒരാളാണ് സഞ്ജു സാംസൺ. അപ്പോൾ ഏകദിനത്തിലും ടെസ്റ്റിലും രോഹിത്തിന് പകരം സഞ്ജു വരേണ്ടതാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ യോഗം തെളിയട്ടെ, ഭാഗ്യം തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കും.